ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 1960കളിലെ റഷ്യ അമേരിക്ക ശീതസമരം 1990കളിൽ റഷ്യയുടെ തകർച്ചയോടെ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ റഷ്യ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ അമേരിക്കയും റഷ്യയും രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് വീണ്ടും പോർവിളികളും ശക്തി പ്രകടനങ്ങളും ആരംഭിച്ചത് ഒരു മൂന്നാം ലോകയുദ്ധത്തിന്റെ എല്ലാ സാധ്യതകളും ഒത്തുചേരുന്നതിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത്. അമേരിക്കൻ സൈന്യത്തിൽ അസാധാരണമായ എന്തോ സംഭവിക്കുന്നു, നമ്മൾ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്നാണ് പെന്റഗണിന്റെ ഒരു സീനിയർ ലേഖകൻ തന്നെ പറയുന്നത്. അടുത്തയാഴ്ച വിർജീനിയയിലെ അമേരിക്കൻ സൈനിക ബേസിൽ അടിയന്തരമായി ഒത്തുകൂടാനാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ലോകത്ത് എല്ലാ രാജ്യത്തുമുള്ള അമേരിക്കയുടെ നൂറുകണക്കിന് സൈനിക തലവന്മാരോട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണിത്. വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ അമേരിക്ക ഇത്തരമൊരു നീക്കത്തിന് തയ്യാറാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ പസഫിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുഴുവൻ കമാൻഡർമാർ ഉൾപ്പെടെ ബ്രിഗേഡിയർ ജനറൽമാരും അതിനു മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഈ വിർജീനിയയിൽ ഒത്തുകൂടുന്നത് എന്തിനാണ് എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ അമേരിക്കൻ സൈനിക തലവന്മാരെ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു കൂടിച്ചേരലിന് വേണ്ടി അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഒരിക്കലും ഉത്തരവിട്ടിട്ടില്ല എന്നും നമ്മൾ ഇക്കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പോൾ അടിയന്തരമായി ഇവരെ വിളിച്ചുകൂട്ടുന്നത്? അമേരിക്ക ഒരു ആഗോള യുദ്ധത്തിന് തയ്യാറാവുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇക്കാര്യത്തെ പല യുദ്ധകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നത്. ഏതായാലും 4 കൊല്ലം മുൻപ് റഷ്യ ഉക്രൈനിൽ തുടങ്ങി വെച്ച യുദ്ധത്തിന് നല്ല ഐശ്വര്യമുണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതിനുശേഷം ലോകത്ത് നിന്ന് യുദ്ധം ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഹമാസ് ഇസ്രയേൽ ഇറാൻ, ഇസ്രയേൽ ഹൂത്തി, ഇസ്രയേൽ ഹിസ്ബുള്ള, അതുപോലെ തന്നെ ISIS സിറിയ, ഇന്ത്യ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ, വിയറ്റ്നാം, തായ്ലൻഡ്, ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് യുദ്ധങ്ങളാണ് ഈ 4 കൊല്ലത്തിനുള്ളിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ചിലത് അവസാനിക്കുകയും ചിലത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിച്ചവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇവരാരും യുദ്ധം ജയിച്ച് തൃപ്തി അടഞ്ഞിട്ട് നിർത്തിയതല്ല. അത് ചില സാഹചര്യം കൊണ്ട് മാത്രം അവർക്ക് നിർത്തേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും യുദ്ധം തുടരാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ ഗെയിം ചേഞ്ചറിന്റെ ഭാഗമായിട്ട് ഇറാൻ, ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ, ഖത്തർ, യമൻ, ഇങ്ങനെ അനേകം രാജ്യങ്ങളുമായിട്ട് ഒരു യുദ്ധത്തിനുള്ള സാധ്യത നെതന്യാഹു ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റഷ്യ ജർമ്മനിയെയും ഫ്രാൻസിനെയും ആക്രമിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഫ്രാൻസിനെയും ജർമ്മനിയെയും ഒക്കെ ആക്രമിക്കാൻ റഷ്യ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉക്രൈൻ എല്ലാ വിധത്തിലും പരാജയപ്പെട്ട് റഷ്യക്ക് മുൻപിൽ മാന്യമായ ഒരു കരാറിന് കീഴടങ്ങാൻ തയ്യാറാണെങ്കിലും പുടിൻ അതിനനുവദിക്കാതെ ഉക്രൈൻ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ യുദ്ധം ഇങ്ങനെ തുടർന്നാലേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ നാറ്റോ സഖ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യക്ക് കഴിയും. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ റഷ്യയും നാറ്റോ രാജ്യങ്ങളുമായിട്ടുള്ള തർക്കങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിന്റെ വ്യോമാതിർത്തിയിലേക്ക് റഷ്യൻ യുദ്ധവിമാനങ്ങൾ കടന്നു കയറി അഭ്യാസങ്ങൾ കാട്ടുന്നത് പതിവായിരിക്കുകയാണ്. ഇത് ഫ്രാൻസിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള പുടിന്റെ ഒരു തന്ത്രമാണ്. ഇങ്ങനെ അതിക്രമിച്ച് കയറുന്ന വിമാനങ്ങളെ എങ്ങാനും ഈ നാറ്റോ സഖ്യം വെടിവെച്ചിട്ടാൽ അതൊരു 3ാം ലോകമഹായുദ്ധത്തിന് തുടക്കമാകും എന്നാണ് ഫ്രാൻസിലുള്ള റഷ്യയുടെ അംബാസഡർ ഫ്രാൻസിന് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പൊ തന്നെ കാര്യങ്ങൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാവില്ലേ ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. അങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കുക, ഇനി അഥവാ നിങ്ങളെന്താണ് ഞങ്ങളുടെ വിമാനത്തെ വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ അതിനുള്ള പണി ഞങ്ങൾ തിരിച്ചു തരും എന്നാണ് റഷ്യ ഇപ്പം ഫ്രാൻസിനോട് പറയുന്നത്. ഇവരുടെയൊക്കെ അഭിമാനത്തെ ഇങ്ങനെ റഷ്യ വെല്ലുവിളിക്കാൻ നോക്കണം. ഈ നാറ്റോ സഖ്യത്തിന്റെ തലവൻ അമേരിക്കയാണ്. അങ്ങനെ അമേരിക്ക ഉൾപ്പെടെയുള്ള ഈ നാറ്റോ സഖ്യത്തെ വെല്ലുവിളിക്കുകയും അവരുടെ സഖ്യകക്ഷി രാഷ്ട്രത്തിന് മേൽ അതിക്രമവും കാണിക്കുകയും ചെയ്യുന്നത് അമേരിക്കയെ റഷ്യ വെല്ലുവിളിക്കുന്നതിന് തുല്യമായ ഒരു കാര്യം തന്നെയാണ്. അമേരിക്കയുടെ അഭിമാനത്തെ തന്നെയാണ് റഷ്യ ചോദ്യം ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അമേരിക്ക ലോകം മുഴുവനുമുള്ള അവരുടെ സൈനിക തലവന്മാരെ വിളിച്ചു വരുത്തി അവരുമായിട്ടുള്ള ചർച്ചയുടെ പ്രസക്തി ഇപ്പോൾ വർദ്ധിക്കുന്നത്. ഇതെന്തിനാണ് ഇവരിങ്ങനെ കൂടുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നാൽ ഒരു 3ാം ലോകമഹായുദ്ധം എല്ലാവരും പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണത്. യൂറോപ്പും അമേരിക്കയും ഒരു പക്ഷത്തും മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ ഏഷ്യ പസഫിക് രാജ്യങ്ങൾ മറുവശത്തുമുള്ള 2 ചേരിയായിട്ടാവും ഇനി ഒരു ലോകമഹായുദ്ധം ഉണ്ടാവുക. ഇതിനു മുമ്പ് ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് ഇറ്റലിയെയും ജർമ്മനിയെയും ജപ്പാനെയും UN രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ആക്രമിക്കുന്ന ഒരു പരിപാടി നടന്നത്. ഇത്തവണ എങ്ങനെയായിരിക്കില്ല. ഇത്തവണ യൂറോപ്പും അമേരിക്കയും എല്ലാം ഒരു പക്ഷത്തും
ഏഷ്യൻ രാജ്യങ്ങളെല്ലാം മറ്റൊരു പക്ഷത്ത് നിരന്ന് ഒരു വലിയ യുദ്ധമാവും ഉണ്ടാകുക. ഇത് വലിയ നാശമാവും ലോകത്തിനുണ്ടാക്കുക. അതിലേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അസ്വസ്ഥതകൾ ഇങ്ങനെ പടരുന്നത് കൊണ്ട് ഒരു യുദ്ധം കൊണ്ടല്ലാതെ തീരില്ല എന്നുള്ളതാണ്. ഇതിന് കാരണം ലോകത്തിപ്പോൾ അമേരിക്ക നടത്തുന്ന കൂടുതൽ ആധിപത്യമാണ്. ട്രംപ് വന്നതോടുകൂടി അതിപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. അവർക്ക് തോന്നുന്നിടത്ത് കയറിയിട്ട് ആക്രമിക്കുക, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളൊന്നും അംഗീകരിക്കാതിരിക്കുക. UN രാജ്യങ്ങൾ ഏതൊരു പ്രമേയം UN സഭയിൽ കൊണ്ടുവന്നാൽ അതിനെ അമേരിക്ക വീറ്റോ ചെയ്യുക എന്നുള്ള പരിപാടി ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ട്രംപ് വന്നതിന് ശേഷം അമേരിക്കയ്ക്ക് ലോകത്തിന്റെ മുഴുവൻ ഒരു ആധിപത്യം വേണമെന്നൊരു നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് അയാൾ. അതുകൊണ്ട് അയാൾക്ക് താരിഫിലൂടെയൊക്കെ ലോകത്തെ മുഴുവൻ പിടിച്ചു നിർത്താനൊക്കെ കുറെ ശ്രമമൊക്കെ നടത്തി. അതിൽ കുറേയൊക്കെ വിജയിക്കുകയും കുറെ പരാജയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, അയാൾ മിഡിൽ ഈസ്റ്റിൽ ഇരുപക്ഷത്തു നിന്ന് കളിക്കുകയാണ്. അറബികളുടെ കൂടെ നിൽക്കും, ഇസ്രായേലിന്റെ കൂടെ നിൽക്കുക, എന്നിട്ട് മിഡിൽ ഈസ്റ്റിനെ നശിപ്പിക്കുക. ആ ഒരു തന്ത്രമാണ് ട്രംപ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ട്രംപ് ഉപയോഗിക്കുന്നത് നെതന്യാഹുവിനെയാണ്. ഈ ജൂതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മാരകമായ ഒരു വൈറസാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അമേരിക്കയുടെ ഗുണ്ടയാണ്. അപ്പോൾ ഇവന്മാരെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ അവന്മാർ എവിടെയും പോയി യുദ്ധം ചെയ്യും. അവർക്കുള്ള ആയുധവും പണവും എല്ലാം അമേരിക്ക കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അമേരിക്ക കൈകെട്ടി ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ മാറി നിൽക്കും. എന്നിട്ട് ഇത് ഒത്തീർപ്പാക്കാൻ വേണ്ടി ട്രംപ് ഇങ്ങനെ നടക്കുക. അങ്ങനത്തെ ഒരുതരം ഉഡായിപ്പ് തന്ത്രമാണ് ഈ ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ അമേരിക്കയുടെ ലോകാധിപത്യത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി റഷ്യ, ചൈന, ഇറാൻ, കൊറിയ കൂട്ടുകെട്ട് അമേരിക്കയെ മനഃപൂർവ്വമായ യുദ്ധത്തിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുകയാണ് എന്ന് നമ്മൾ അറിയണം. ഈ കൂട്ടുകെട്ടിൽ ചേരണോ വേണ്ടയോ എന്നൊരു ചിന്ത ഇന്ത്യയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കൻ പക്ഷത്തും പറ്റുന്നില്ല, ഈ റഷ്യൻ ചേരിയിലും ചേരാൻ പറ്റില്ല. എവിടെ നിൽക്കണം എന്നുള്ളൊരു അവസ്ഥ ഇന്ത്യ ഗവൺമെന്റിന് നന്നായിട്ടുണ്ട്. ഇതിൽ രസം, അമേരിക്കൻ പക്ഷത്തായിരുന്ന പാകിസ്ഥാൻ പോലും ഇപ്പോൾ ചൈനീസ് ചേരിയിലേക്ക് മറിഞ്ഞത് ലോകയുദ്ധത്തെ അവരും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചന തന്നെയാണ്. അമേരിക്കൻ അഭിമാനത്തെ പലതവണ പുടിൻ അനവസരപ്പെടുത്തുകയും അമേരിക്കയുമായി ഒരു ആണവ യുദ്ധത്തിന് പോലും തയ്യാറാണ് എന്ന് പുടിൻ ട്രംപിനെ വെല്ലുവിളിച്ചിട്ടും ട്രംപ് ഈ പുടിന്റെ ചേരിയുമായി ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നത് അമേരിക്കയുടെ ദൗർബല്യമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എന്നാൽ ഇത്രയും വലിയ വെല്ലുവിളിയൊക്കെ ഉണ്ടായിട്ടും ഈ ട്രംപ് യുദ്ധത്തിന് ഇറങ്ങാത്തത്, ഇനിയൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. തന്നെയുമല്ല, ദുർബലമായ യൂറോപ്യൻ രാജ്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ട്രംപിന് ചാടിക്കറി യുദ്ധത്തിന് ഇറങ്ങാനൊന്നും കഴിയില്ല. അതിന് കാരണം കാര്യമായ യുദ്ധപരിചയമോ അല്ലെങ്കിൽ സൈന്യമോ ഒന്നും ഇല്ലാത്ത ഈ യൂറോപ്യൻ രാജ്യങ്ങളെ തൊട്ടടുത്തുള്ള റഷ്യൻ സഖ്യത്തിന് പെട്ടെന്ന് കീഴടക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിലൂടെ അമേരിക്കയെ ഈ സഖ്യത്തിന് ദുർബലപ്പെടുത്താനും കഴിയും. ആ ഒരു ഭയം ട്രംപിന്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അയാളിപ്പം യുദ്ധത്തിന് തയ്യാറാവാത്തത്. എന്നാൽ റഷ്യയും ചൈനയൊക്കെ സംബന്ധിച്ച് അവരുടെ സഖ്യകക്ഷിയായ ഇറാനെ വീണ്ടും ഒരു സ്നാപ്പ് ബാക്ക് ഉപരോധത്തിലൂടെ പൂട്ടാനുള്ള യൂറോപ്പിന്റെ ഈ ശ്രമത്തിൽ ഈ റഷ്യൻ ചേരി വളരെയധികം ദേഷ്യത്തിലാണുള്ളത്. ഏറ്റവും ചെറിയൊരു രാജ്യമായ ഇസ്രായേലിന് ആണവായുധം കൈവശം വെക്കാനുള്ള അവകാശം തീരൊടുക്കി കൊടുക്കുകയും ഒരു വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇറാന് അതിന് അവകാശം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് അമേരിക്കയുടെയും ഇസ്രായേലിനെയും ഒക്കെ വംശീയ വിദ്വേഷത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. തന്നെയുമല്ല, മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരരാണ് എന്ന തരത്തിൽ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അമേരിക്കൻ ജൂത തന്ത്രം അറബ് രാജ്യങ്ങൾ ഒരിക്കലും ആണവായുധം കൈവശപ്പെടുത്തരുത് എന്നുള്ള ഒരു ചിന്താബോധത്തോടെയാണ്. അതിനുവേണ്ടിയാണ് അവർ ഇറാൻ, അഫ്ഗാൻ, സിറിയ പോലുള്ള രാജ്യങ്ങളിൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് തന്നെ ശമ്പളം കൊടുത്ത് വളർത്തുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളെ, അതായത് ISIS പോലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരമായ ആക്രമണങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും നടത്തി മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരരാണ് എന്നൊരു ഭയം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുസ്ലിം ഭീകരത എന്ന തരത്തിൽ ലോകത്തെപ്പോഴും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ അമേരിക്കൻ പക്ഷത്തുള്ള മീഡിയകളാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് അറിയണമെന്നില്ല, അവരിത് വിശ്വസിക്കും. ഇന്നേവരെ പിടിക്കപ്പെട്ടുള്ള മുഴുവൻ തീവ്രവാദ സംഘടനകളും, അതായത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കും ഫണ്ട് ചെയ്യുന്നത് അമേരിക്കയും മൊസാദും ഒക്കെയാണെന്ന് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും ആരും അംഗീകരിക്കില്ല എന്നാണ്. അതെല്ലാം ചുമ്മാ വെറുതെ ഈ മുസ്ലിങ്ങൾ തന്നെ പറയുന്നതാണ് എന്ന് ഇവർ തന്നെയാണ് എഴുതുന്നത്. അതായത് മീഡിയകളെല്ലാം ഇവരുടെ കയ്യിലായതുകൊണ്ട് അവർ പറയുന്നത് എല്ലാവരും വിശ്വസിക്കും. ഇന്ത്യയിലെ സംഘപരിവാർ പോലും മൊസാദിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് ഇതിനകം തന്നെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള അവരുടെ ലക്ഷ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ മുസ്ലിം ഭീകരത നടക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ലോകത്തെവിടെയും അതിന് കഴിയും എന്ന രീതിയിൽ ഇതിനെ വലുതാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. സംഘപരിവാറിനെ സംബന്ധിച്ച് അവർക്ക് ലാഭകരമായ ഒരു ബിസിനസ്സാണ്. കാരണം ഈ ഇലക്ഷൻ ഫണ്ടൊക്കെ ഇഷ്ടംപോലെ അമേരിക്കയിൽ നിന്ന് കിട്ടുമല്ലോ, ഇഷ്ടംപോലെ കാശ് കിട്ടുമാർ. ഇലക്ഷനൊക്കെ നിയന്ത്രിക്കുന്നത് തന്നെ അമേരിക്കയാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മീഡിയകളിലൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഇന്ത്യയിൽ അടുത്ത കാലങ്ങളിലായിട്ട് മതവിദ്വേഷം വർദ്ധിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ മുസ്ലിങ്ങളെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ? അതല്ല,
അത് അവർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണ്. അത് വടക്കേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വർഗീയത ഇങ്ങനെ വളർത്തിയെടുക്കുകയാണ്. സാധാരണക്കാരിൽ വരെ വർഗീയത കുത്തിവെച്ചുകൊണ്ട് ഇവരിങ്ങനെ വർഗീയത വളർത്തുകയാണ്. അമേരിക്കൻ ഫണ്ടാണ് അതിനുവേണ്ടി പിന്നിൽ ഉണ്ടാവുന്നത്. ഫിലിപ്പൈനിൽ പോലും മൊസാദിൻ്റെയും അമേരിക്കൻ CIA ആശീർവാദത്തോടെ വളരുന്ന അബു സയ്യാഫിൻ്റെ ഒരു തീവ്രവാദ ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിന് മിഡിൽ ഈസ്റ്റിലെ ISIS ബന്ധമുണ്ടെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഫിലിപ്പൈനിൽ കിടക്കുന്ന ഇവന്മാർക്ക് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ISIS എങ്ങനെയാണ് ബന്ധം വരുന്നത്? യാതൊരു വിധത്തിലും ഇവർക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഇവർ തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. അങ്ങനെ ഇസ്ലാമിക ഗ്രൂപ്പ് എന്നുള്ള പേര് ഇവരത് ഈ തീവ്രവാദികളെല്ലാം സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് അവർ അറബ് രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വഴി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇക്കാര്യം പറഞ്ഞ് അവർക്ക് തോന്നും കയറി അറബ് രാഷ്ട്രങ്ങളെയോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രത്തെയും കയറി ആക്രമിക്കാൻ കഴിയും. അഫ്ഗാനിലൊക്കെ സംഭവിച്ചത് തന്നെയാണ്. ഈ ബില്ലാദിനൊക്കെ വളർത്തിയത് അമേരിക്കയാണെന്നുള്ളവരെ നമ്മൾ അറിഞ്ഞതാണല്ലോ. ഇങ്ങനെ അമേരിക്കയും ഇസ്രായേൽ ജൂത ഭീകരരും ലോകം മുഴുവൻ വിതച്ച ഭീകരതയുടെ വിത്ത് ഇന്ന് അതിന്റെ ഉടമയെ തന്നെ തേടി എത്തിയിരിക്കുകയാണ്. തന്നെയുമല്ല, ഖത്തർ ആക്രമണത്തോടെ ഒരൊറ്റ അറബ് രാജ്യങ്ങൾ പോലും ട്രംപിനെ ഇപ്പം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ട്രംപിനെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ആക്രമണത്തിന്റെ ചളിപ്പ് മാറ്റാൻ വേണ്ടി അയാൾ നെതന്യാഹുവിനെ കൊണ്ടൊക്കെ മാപ്പ് പറയിച്ചിട്ടും അറബ് രാഷ്ട്രങ്ങളൊന്നും കാര്യമാക്കുന്നില്ല. ഇതൊക്കെ ഇയാളുടെ ഉടായ്പാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം UN ഒരു സമ്മേളനത്തിൽ വെച്ച് അറബ് നേതാക്കളും ഒക്കെ ആയിട്ട് ഇയാളൊരു മീറ്റിംഗ് ഒക്കെ കൂടിയിരുന്നു. അതിനകത്ത് അയാൾ ഇവരോട് പറഞ്ഞത് ഉടൻ തന്നെ ഗസ യുദ്ധം അവസാനിപ്പിക്കും, ഞാൻ അതിനുവേണ്ടി നെതന്യാഹുമായിട്ട് സംസാരിക്കുമെന്നൊക്കെയാണ്. നെതന്യാഹു ഇപ്പം അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അയാൾ ട്രംപുമായിട്ട് ചർച്ച നടത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ ഈ അറബികളെല്ലാം സോപ്പിടാൻ വേണ്ടി ഞാൻ ഉടനെ തന്നെ ഗസ യുദ്ധം അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും നെതന്യാഹു പോയിട്ട് ഈ ട്രംപിനോട് 4 വിരട്ടിയാൽ ട്രംപ് ആ വാക്കിൽ നിന്നും പിന്മാറാൻ വളരെ ഈസിയാണ്. തന്നെയുമല്ല, ഗസയെ കൂടുതൽ ആക്രമിക്കാൻ വേണ്ടി ആയുധങ്ങളും പണവും എല്ലാം കൊടുത്ത് അയക്കുകയും ചെയ്യും. ശരിക്കും നെതന്യാഹുവിന് ട്രംപിന് ഭയമാണ് എന്നുള്ളതാണ്. അയാൾ കഴിഞ്ഞ ദിവസം പറയുക വരെ ചെയ്ത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവിധ വിട്ടുവീഴ്ചകളും ചെയ്യുമെന്ന് ട്രംപ് ഉറപ്പിച്ച് തന്നെ ഈ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഇസ്രായേലിനെ അമേരിക്ക കൈവിടാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അത് അമേരിക്കൻ അജണ്ടയിലുള്ളതാണ്. ഇസ്രായേലിനെ മാക്സിമം സുഖിപ്പിച്ച് തടവി കുഴമ്പിട്ട് നിർത്തണം എന്നുള്ളത്. എന്തായാലും നാറ്റോ രാജ്യങ്ങളുടെ മേൽ ഈ റഷ്യയുടെ കടന്നുകയറ്റം ഒരാപ്പാണെന്ന് അമേരിക്കയ്ക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഒരു ലോക യുദ്ധത്തിലൂടെ തങ്ങളുടെ ആധിപത്യം വീണ്ടും പഴയതുപോലെ നിലനിർത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. വരാൻ പോകുന്ന 3ാം ലോക മഹായുദ്ധത്തിലൂടെ അത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അന്ത്യത്തിന് വഴിതെളിക്കുകയും അഹങ്കാരികളും ക്രൂരരും ഭീകരരുമായ ഈ ജൂതന്മാര് ലോകത്തെ അഭയാർത്ഥികളാകാനും സാധ്യത വർദ്ധിക്കുകയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും നമുക്ക് കാണാം.